ഏത്തയ്ക്ക ഉപ്പേരി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും കാണത്തില്ല. അതിനൊരു കുറച്ച് മധുരവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം സാധാരണ പച്ച ഏത്തക്ക കൊണ്ട് നമുക്ക് മധുരമുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കിയാൽ നിസ്സാരമായിട്ടൊരു ട്രിക്ക് പ്രയോഗിച്ചാൽ മതി, നമുക്കത് നമ്മുടെ ഉപ്പേരി നല്ല മധുരമുള്ളതാക്കാം. അപ്പം അത് മാത്രമല്ല, ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല കരുകരിപ്പിൽ കിട്ടുകയും ചെയ്യും. പഴുത്ത കാ വറുത്തെടുക്കാനാണെങ്കിൽ കൂടുതൽ സമയവും വേണ്ടി വരും. അതുപോലെ തന്നെ കുറച്ചേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ശരിക്കും മൂത്ത് കിട്ടുകയില്ല. അങ്ങനെ കുറേ റിസ്ക് ഫാക്ടറുണ്ട്. ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഈസി ആയിട്ട് ചെറിയൊരു ട്രിക്കിലൂടെ നമുക്ക് വറുത്തെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനൊരു 6-7 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. പച്ചക്കായ തൊലി കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും കൂടെ കലക്കിയ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് വെള്ളം തുടച്ചതിന് ശേഷം അരിഞ്ഞിട്ട് വറുത്തെടുക്കണം. അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2-3 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കലക്കി വയ്ക്കുമ്പോൾ ആദ്യം വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതിന് ശേഷം മാത്രം ഉപ്പും പഞ്ചസാരയും ചേർക്കുക. ഇല്ലെങ്കിൽ ആ മഞ്ഞൾ നല്ലപോലെ ഡൈല്യൂട്ട് ആവില്ല. നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് വേണം അരിഞ്ഞ കായ ചേർക്കാൻ. അപ്പം ഞാനിവിടെ 2ആയിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾക്കത് 4ആയിട്ടോ അല്ലെങ്കിൽ സാധാരണ അരിയുന്ന പോലെ ചെയ്യാം. തിളച്ച എണ്ണയിലേക്ക് അരിഞ്ഞ കായ ഇടുമ്പോൾ നല്ലതുപോലെ പതഞ്ഞു വരും. കായയുടെ വെള്ളത്തിൻ്റെ അംശം കുറയും തോറും പത കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കണം. പത കുറഞ്ഞു വരുന്ന സമയം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾ മിക്സ് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. മഞ്ഞളിൻ്റെയും ഉപ്പിൻ്റെയും കൂടെ പഞ്ചസാര ചേർക്കുന്നതാണ് ഞാൻ പറഞ്ഞ ആ ട്രിക്ക്. അത് ചേർത്താലുടൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് എല്ലായിടവും ഒരുപോലെ യോജിച്ച് കിട്ടണം. അപ്പോൾ നല്ലപോലെ പതഞ്ഞു പൊങ്ങും. എന്നിട്ട് ഈ പത ഒന്ന് കുറഞ്ഞു വരുമ്പോഴേക്കും നമ്മളെ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോയിലോട്ട് മാറ്റണം. ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ വേണം ഇനി ഇത് ഇട്ടിട്ട് മുരിഞ്ഞ് കിട്ടാൻ. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, ഉപ്പേരിക്ക് നല്ല മധുരം ഉണ്ടായിരിക്കും. പിന്നീട് ആ ഉപ്പേരി നല്ല കരുകരിപ്പുള്ളതായിരിക്കുകയും ചെയ്യും. വേഗം നമുക്ക് വറുത്ത് കോരാനും പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ ആ കോരി മാറ്റുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ തീ ഒന്ന് കൂട്ടി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇത് കോരി മാറ്റുകയാണെങ്കിൽ അതിനകത്ത് എണ്ണ പിടിക്കാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അതിന് ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് കോരി മാറ്റുന്നതെങ്കിൽ ആ ചിപ്സിലെല്ലാം നിറച്ച് എണ്ണ പറ്റിയിരിക്കും. നമ്മളത് നല്ലപോലെ ഒന്ന് ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുകയാണെങ്കിൽ നമ്മൾ കോരി മാറ്റുമ്പോൾ എണ്ണ അതിനകത്തോട്ട് പെട്ടെന്നങ്ങ് വാർന്നു പോകും. അങ്ങനെ ആ ചൂടായ എണ്ണയിലിട്ട് വീണ്ടും നമുക്ക് കായരിഞ്ഞത് ചേർക്കാം. സാധാരണ ഉപ്പേരി വറുക്കുന്നതിനേക്കാളും കുറഞ്ഞ സമയത്തിൽ നമുക്കിത് വറുത്തെടുക്കാനും പറ്റുന്നുണ്ട്. ഈ പതയെല്ലാം നിന്ന് കഴിയുമ്പോൾ ഉപ്പേരി മൂത്ത് കറക്റ്റ് പാകമായെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കായ നമുക്ക് വറുത്ത് കോരാം. ഈ വറുത്ത് കോരുന്ന കായ ഞാനൊരു ടിഷ്യൂ പേപ്പറിലാണ് നിരത്തുന്നത്. ഈ കോരി എടുക്കുന്ന ഉപ്പേരിക്ക് ഒരു ചെറിയൊരു ഒട്ടൽ പോലെ നമുക്ക് തോന്നും. അത് കുഴപ്പമൊന്നുമില്ല. അത് ആ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല കരുകരിപ്പിലും കറക്റ്റ് പാകത്തിലായിരിക്കും. കണ്ടോ, ഇതുപോലെ കുറച്ച് ഒട്ടൽ നമുക്ക് തോന്നും. ഒരു കുഴപ്പമില്ല. അത് നമ്മൾ നന്നായിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ നല്ലപോലെ നിരത്തി ഇടുക. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ടിന്നിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതിൻ്റെ സൗണ്ട് എങ്ങനെ ആയിരിക്കുമെന്ന്. ഞാനിപ്പോൾ ഇത് കുറച്ച് നിരത്തിയിട്ടതിന് ശേഷം കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഇതാ, കണ്ടോ ഇതിൻ്റെ സൗണ്ട് കേട്ടോ. ഇതുപോലെ നല്ല സൗണ്ടാണ് ഈ ഉപ്പേരിക്ക്. കിലുകിലാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്രയും ക്രിസ്പിയാണെന്ന്. സാധാരണ ഉപ്പേരി വറുക്കുന്നതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് വറുത്തെടുക്കാം. നിങ്ങൾ അരിയുമ്പോൾ എല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മധുരമുള്ള ഏത്തക്ക വറുക്കാതെ തന്നെ മധുരമുള്ള ഉപ്പേരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ ചിപ്സിൻ്റെ ഇരട്ടി വില കൊടുത്തിട്ടാണ് എല്ലാവരും മധുരമുള്ള ചിപ്സൊക്കെ വാങ്ങുന്നത്. ഇതെനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, ഞാനിതൊന്ന് ചെയ്ത് നോക്കിയാണ്. ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നു. ഇനി നിങ്ങൾ ഉപ്പേരി വറുക്കുമ്പോൾ കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.